ഇനി പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ നേത്രജലങ്ങളടക്കി കഥമഭി സത്രാജിത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം എന്നോട് ദുരിതം തന്നെ, വല്ലാതുള്ളൊരവസ്ഥ ഭവിച്ചു. നല്ല ജനത്തോടു കൂടി വസിപ്പാൻ ഇല്ല നമുക്കൊരു ഭാഗ്യമതോർത്താൽ. അല്ലേ, തൻ്റെ അനുജൻ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ, കണ്ണുനീരൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് സത്രാജിത്ത് പറയാണ്, അല്ലേ, എല്ലാം എന്നോട് ദുരിതമാണ്, എല്ലാം എൻ്റെ ദുരിതമാണ്, വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ജനങ്ങൾ, എൻ്റെ കുടുംബജനങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്കൊരു ഭാഗ്യവുമില്ല. പിന്നെ പറയാണ്, ബാലനെ അങ്ങ് വനത്തിൽ അയച്ചത് മൂലം എനിക്കിത് വന്നു ഭവിച്ചു. കാലമടുത്താൽ എവിടെയിരുന്നെന്നാലും വരുവതു വന്നേ പോവൂ എന്ന് മനസ്സിലുറച്ചെന്നാകിലും ഇന്നിതുകൊണ്ടൊന്ന് ഓർപ്പാനുണ്ട്. അല്ലേ, എന്താ പറയുന്നത്, ആ ബാലനെ കാട്ടിലേക്ക് അയച്ചതുകൊണ്ടാണ് എനിക്കിത് വന്നത്. അല്ലേ, ഞാൻ പറയണമായിരുന്നു പോവാൻ പാടില്ല, അല്ലേ, അനിയൻ പോകുന്ന സമയത്ത് പറയണമായിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം സ്വയം ഒരു ആശ്വസിക്കുകയാണ്, കാലം എന്തൊക്കെ ആയാലും എന്താണ്, വരാനുള്ളത് വന്നേ പോവും. അല്ലേ, നമുക്ക് വരേണ്ട വിധി എന്താണ്, അത് വന്നേ പോവും, നമുക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഇന്നിത് ഓർക്കാനൊരു കാര്യമുണ്ടെന്ന് പറയുന്നത്. വന്നത് വന്നു, നമുക്കിനി മേലിൽ നിന്നു പൊറുപ്പാൻ എളുതല്ലേതും സഹജ വിനാശം അതിനൊരു തുമ്പുണ്ടിന്നത് ചൊന്നാൻ തല പോയേക്കും. എന്തിനതെല്ലാം ശങ്കിക്കുന്നു, എന്നുടെ കർമ്മം ഇതെന്നേ വേണ്ടു. അല്ലേ, ഇങ്ങനെയൊക്കെ മരിച്ചു, പക്ഷേ ഇതൊന്ന് ആലോചിക്കാൻ ഇന്നൊരു കാരണമുണ്ട്. എന്താണ്, എനിക്കൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. അല്ലേ, എൻ്റെ അനുജൻ്റെ മരണത്തിൽ എനിക്കൊരു അടയാളം, അല്ലേ, എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് സത്രാജിത്ത് പറയാണ്. ചിലപ്പോൾ കൃഷ്ണനെ ആയിരിക്കാം അദ്ദേഹം പറയാമോ, നമുക്ക് നോക്കാം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ പറയാണ്, ചൊല്ലുക ചൊല്ലുക സത്രാജിത്തെ, ഖിന്നതയേതും വേണ്ട മനസ്സിൽ, തുമ്പുള്ളതിനെ മറിച്ചിടേണ്ട. അല്ലേ, ചൊല്ലുക ചൊല്ലുക സത്രാജിത്തെ, അല്ലേ, എന്താണ് നീ പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ, നിൻ്റെ വിഷമം, അല്ലേ, ഖിന്നത എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമം, അല്ലേ, ദുഃഖം, അതൊന്നും നീ മറക്കേണ്ട, നീ നമ്മളോട് പറഞ്ഞു എന്ന് ചുറ്റുമുള്ളവർ പറയാണ്. വമ്പില്ലാഞ്ഞാൽ പിന്നെ അടങ്ങാം, ജീവസമന്മാരാകിയ ഞങ്ങളോട് ഈ വക പറവാൻ മടി എന്തയ്യോ. അപ്പോൾ അദ്ദേഹം ആ ചുറ്റുമുള്ളവർ പറയാണ്, അല്ലേ, ജീവസമന്മാരാകിയ നമ്മളോട്, അല്ലേ, ബന്ധുജനങ്ങളായ നമ്മളോട് പറയാൻ എന്തിനാണ് നീ ഇത് മടിക്കുന്നത്. ഇത്തരമുള്ളൊരു ബന്ധുജനങ്ങളുടെ നിർബന്ധം കൊണ്ടവൻ ഉര ചെയ്തു. ഇങ്ങനെയുള്ള ബന്ധുജനങ്ങളുടെ നിർബന്ധം, ഇങ്ങനെ പറയുമ്പോൾ ആരായാലും പറയും. അത് കേട്ട് അദ്ദേഹം പറയാൻ നോക്കുകയാണ്. ഇതിനു മുമ്പേ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു തുമ്പ് പറഞ്ഞാൽ എൻ്റെ തല പോയേക്കും. അല്ലേ, കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ ആരാണ്, ഭഗവാനാണ്, ദൈവമാണ്, രാജാവാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ തല പോയേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നിർബന്ധിച്ചത് കാരണമാണ് സത്രാജിത്ത് ഇത് പറയുന്നത്. ചൊല്ലരുതെന്നതു കൊണ്ടല്ലേതും ചൊന്നതു കൊണ്ടിനി എന്തു കാര്യം, പെട്ടെന്നൊരു വക ബോധിക്കേണം പെട്ടതിലെല്ലാം മണിയുടെ മൂലം, മൂഢത കൊണ്ട് പറഞ്ഞിടുന്നു ഗൂഢമിതെന്നു ധരിച്ചിടേണം. അല്ലേ, എന്താ പറഞ്ഞേ, ചൊല്ലുന്നതുകൊണ്ട് ഇനി എന്താണ് കാര്യം, അല്ലേ, എനിക്ക് പോകേണ്ടത് പോയില്ലേ, എൻ്റെ അനുജൻ മരിച്ചുപോയി, ഇനി ഇത് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എന്താണ്, എൻ്റെ വിഡ്ഢിത്തം കൊണ്ടാണെന്ന് വിചാരിച്ചെങ്കിലും, അല്ലേ, എൻ്റെ വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ, എന്നാലും ഞാനിത് പറയും. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻ ഒരു നാളിൻ മണിമേലൊരു തൃഷ്ണ ഭവിച്ചു കുറഞ്ഞൊരു നേരം, ഇപ്പോൾ നമുക്ക് തരേണമിതെന്നൊരു കൽപ്പന ഞാനത് കൂട്ടാക്കിയില്ല. ഊണമുറക്കം ഇളച്ചു ലഭിച്ചതു വേണമെനിക്കെന്ന് ഓതിയിടാമോ. അല്ലെ, എന്താ പറയുന്നത്, കൃഷ്ണന് ഒരു നാളിൽ എന്താ ഇങ്ങനെ ഒരു തൃഷ്ണ എന്ന് വെച്ചാൽ ആഗ്രഹം, അല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് കിട്ടിയാൽ കൊള്ളാം, ഈ സ്യമന്തകം ഞാൻ സൂക്ഷിച്ചോളാം എന്ന് കൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് സത്രാജിത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊടുത്തില്ല, അല്ലേ, എന്താണ് ഊണും ഉറക്കം ഒക്കെ ഒഴിച്ച് ഞാനിത് നേടിയത് എനിക്കങ്ങനെ കൊടുക്കാൻ കഴിയുമോ എന്നാണ് സത്രാജിത്ത് ചോദിക്കുന്നത്. തട്ടും കൊട്ടും ചെണ്ടക്കത്രേ കിട്ടും പണം അത് മാറാൻ മാർക്കും. അല്ലേ, ഇനി വരുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതിഫലം മറ്റൊരാൾ അനുഭവിക്കുന്ന കാര്യത്തെയാണ് ഇവിടെ അദ്ദേഹം കുറച്ച് ഒരു പഴഞ്ചൊല്ല് രൂപമോ അല്ലെ ഒരു ശൈലിയോടെ അവതരിപ്പിക്കുന്നത്. അധ്വാനം ഒരാളിലും പ്രതിഫലം മറ്റൊരാളിലും കിട്ടുന്ന ഒരു രീതി. ഈ ചെണ്ടയാണ് ഉത്സവത്തിൽ എല്ലാ അടിയും കൊള്ളുന്നത്, അല്ലേ, തട്ടും കൊട്ടും ഒക്കെ ചെണ്ടക്കാണെങ്കിലും കിട്ടുന്ന പണം മുഴുവൻ ആ ചെണ്ട കൊട്ടിയ മാരാർക്ക് എന്നാണ് നമ്പ്യാർ ഇതിനെ വിശേഷിക്കുന്നത്, അല്ലേ. ഇത്രയും ഉറക്കമൊഴിഞ്ഞ് സൂര്യൻ തപസ് ചെയ്തിട്ടാണ് സ്യമന്തകം എന്ന രത്നം സത്രാജിത്ത് നേടുന്നത്. അപ്പോൾ ഇങ്ങനെ നേടി ആ രത്നം എടുത്ത് വരുമ്പോൾ കൃഷ്ണൻ ചോദിച്ച പാടെ അത് കൊടുത്തു കഴിഞ്ഞാൽ തട്ടും മുട്ടും ഒക്കെ സത്രാജിത്തിനും പണം മുഴുവൻ, അല്ലേ, ആ ഒരു അമൂല്യമായ രത്നം കൃഷ്ണനും എന്നുള്ളൊരു എന്താ പറയുക സാദൃശ്യത്തെയാണ് അവിടെ പറയുന്നത്.
വെട്ടും കുത്തും പലിശക്കത്രേ കിട്ടും വിരുതു പണിക്കർക്കെന്നും. അല്ലേ, വെട്ടും കുത്തും ഒക്കെ എന്താണ് ഒരു കൂട്ടം ആളുകൾക്കും, പൈസ അല്ലേ അതിൻ്റെ പ്രശസ്തിയൊക്കെ പണിക്കർക്കുമാണ് കിട്ടുന്നത്. ഇത്തരമുള്ള പഴഞ്ചൊല്ലോടങ്ങ് ഒത്തിയിടുന്നു വാർത്തകളെല്ലാം. ഇങ്ങനെയുള്ള ഈ ഒരു പഴഞ്ചൊല്ലിനോട് നമുക്ക് ഈ വാർത്തകളെല്ലാം ഒത്തുവായിക്കാം. എൻ്റെ ഈ ഒരു പ്രശ്നവും എന്താണ്, എൻ്റെ ഈ ദുഃഖവും നമുക്ക് ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളോട് ഒത്തുവായിക്കാം എന്നാണ് പറയുന്നത്. വിത്തത്തിൽ കൊതി ഉണ്ടാമെന്നാൽ ഇത്രയതെന്നൊരു നിയമം വേണ്ടേ എന്നതുകൊണ്ട് ഇഹ ശങ്കിപ്പാൻ വഴി വന്നു നമുക്കുടൻ എന്നെ വേണ്ടു. വന്ദിക്കേണ്ട ജനങ്ങളെയെല്ലാം നിന്ദിക്കുന്നത് കഷ്ടം തന്നെ. ഇപ്പം എന്താ പറയുന്നത്, ധനത്തിൽ കൊതി ഉണ്ടാവാം, പക്ഷെ ഇത്ര എന്നൊരു നിയമം വേണ്ടേ, അല്ലേ, ഇത്ര എന്നൊരു ഇത് വേണം, പക്ഷെ കൂടുതലാവാൻ പാടില്ല. വന്ദിക്കേണ്ട ജനങ്ങളെയെല്ലാം നിന്ദിക്കുന്നത് എന്താണ്, കഷ്ടം തന്നെയാണ്. സുഹൃതം അശേഷം ഒടുങ്ങുക കൊണ്ട് ഈ പ്രകൃതികളൊക്കെ നമുക്ക് വരുന്നു. സുഹൃത്തുക്കളെ കൊണ്ടരുതരുതേതും സുഹൃത വിനിന്ദകൾ എന്നറിയണം. ഇതം കിമബി പറഞ്ഞു വിശേഷം. ഇങ്ങനെ എന്താണ് അദ്ദേഹം പറയാണ്. സത്രാജിത്ത് വസിച്ചൊരു സമയെ മിത്രജനങ്ങളും ആദരവോടെ യാത്ര പറഞ്ഞു തിരിച്ചു നടന്നു. അവരതികൂടം ചിലരോട് ചൊല്ലി, അവരും ചിലരോട് ചെന്നു പറഞ്ഞു. അവരപ്പോൾ അത് പലരോട് ചൊല്ലി, അവരതുമൊക്കെ നടന്നു പറഞ്ഞു. ഇരുവരും കൂടി നടക്കും നേരം ചരിതം ഇതൊന്നേ കേൾപ്പാനുള്ളൂ. അപ്പോൾ സത്രാജിത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, ഈ ജനങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ച് നടക്കുന്ന സമയത്ത് അവർ ചിലരോട് പറയുന്നു, അവർ മറ്റുള്ളവരോട് പറയുന്നു. ഇങ്ങനെ ഒരു FM റേഡിയോ പോലെ നാട്ടിലെങ്ങും അത് പാട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം, കൃഷ്ണനാണ് പ്രസേനജിത്തിനെ കൊന്നത് എന്നുള്ളൊരു കാര്യം, ഇങ്ങനെയൊരു ആഗ്രഹം കൃഷ്ണനുണ്ടായിരുന്നു, സ്യമന്തകം സ്വന്തമാക്കുക എന്നൊരാഗ്രഹം കൃഷ്ണനുണ്ടായിരുന്നു. അപ്പോൾ പ്രസേനജിത്തിൻ്റെ വിയോഗം എന്തുകൊണ്ടായിരിക്കാം, കൃഷ്ണൻ്റെ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ്, കളവും ചിലവർ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. സത്രാജിത്ത് പറഞ്ഞതിനേക്കാൾ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തുകൊണ്ടും അദ്ദേഹം അല്ലേ ചില ബന്ധുജനങ്ങൾ, ബിരുദന്മാർ അങ്ങനെയും പറഞ്ഞു നടന്നു. ചെവിയിൽ ചിലർ പറഞ്ഞു തുടങ്ങി, ചിലരത് കേൾപ്പാൻ ചെന്നു തുടങ്ങി, ചെവി പൊത്തി ചിലർ നിന്നു തുടങ്ങി, ചിലരത് കേട്ട് ചിരിച്ചു തുടങ്ങി. അങ്ങനെ പല വിധത്തിൽ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുക. ചിലവർ ചെവിയൊക്കെ പൊത്തി, ചിലരത് കേട്ട് ചിരിച്ചു തുടങ്ങി, ചിലവർ എന്താണ് ചെവിയിൽ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ജനവിഭാഗങ്ങളെയാണ് അവിടെ കാണിക്കുന്നത്. ബാലന്മാരും വൃദ്ധന്മാരും യൗവനമുള്ളൊരു ഭവ്യന്മാരും കളമൊഴിമാരും കന്യകമാരും വൃഷളികളും ചില വിഷരൂപികളും. അപ്പോൾ പലവിധം മനുഷ്യർ, ബാലന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, യൗവനമുള്ള യുവാക്കന്മാരും യുവതികളുണ്ട്, കളമൊഴിമാർ സുന്ദരികളും, കന്യകമാർ വിവാഹം കഴിക്കാത്ത കന്യകമാരുണ്ട്, തോഴികളുണ്ട്, ചില ദുഷ്ടശക്തികളുണ്ട്. ഇങ്ങനെ മനസ്സിനൊത്ത് ചിത്തഗുണത്തിന് ഒത്തതുപോലെ എന്ന് പറയേണ്ടത് എന്താ, തൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി. കാലത്തിൻ്റെ പകർച്ച നനച്ചാൽ മാലോകർക്ക് പൊറുപ്പാൻ മേല, വേലികൾ തന്നെ വിളവ് മുടിച്ചാൽ കാലികൾ എന്തു നടന്നിടുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ണനെയാണ് ഈ ഒരു വരികൾ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് വരിയാണ്. എന്താ പറയുന്നത്, വേലികൾ തന്നെ വിളവ് മുടിച്ചാൽ കാലികൾ എന്തു നടന്നിടുന്നു. നമ്മൾ വേലി എന്തിനാണ് കിട്ടുന്നത്, പച്ചക്കറി കൃഷിക്കൊക്കെ. ആ ഒരു പച്ചക്കറി കൃഷി പുറത്തു വന്ന് കാലികളോ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോ കടിച്ചു തിന്നും എന്നുള്ളത് കൊണ്ടാണ്. ആ വേലികൾ തന്നെ എന്ത് ചെയ്യാണ്, ആ വിളവ് മുടിച്ചാൽ അല്ലെ ആ വിളവുകൾ കട്ടു തിന്നുകയാണെങ്കിൽ പിന്നെ കാലികൾ എന്തിനാണ് നടക്കുന്നത്, അല്ലേ, വേലി നമുക്ക് കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അതായത് കൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്, ഭഗവാനാണ്, എല്ലാവരും പൂജിക്കുന്ന, എല്ലാവരും എന്താ പറയുക ആദരവോടെ കാണുന്ന ആ ആൾ തന്നെ ഇങ്ങനെ ഒരു ചെയ്തി അല്ലേ, ആ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് അത്രയും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമല്ല. കപ്പലകത്തൊരു കള്ളനിരുന്നാൽ എപ്പോഴുമില്ലൊരു സുഖമറിയണം, അല്ലേ, കപ്പലിനകത്തൊരു കള്ളനിരുന്നാൽ എല്ലാ കാലവും അവന് സുഖമായിട്ടിരിക്കാൻ പറ്റൂല എന്നറിഞ്ഞിരിക്കണം. വീട്ടിലിരിപ്പാൻ തരമില്ലാഞ്ഞാൽ കാട്ടിലിരിക്കാം പണ്ടൊരു കാലം, കാട്ടിൽ ചെന്നു കൊന്നു പറിക്കും കൂട്ടമതിപ്പോൾ ഉണ്ടായി വന്നു, അല്ലേ. എന്താ പറയുന്നത്, വീട്ടിലിരിക്കാൻ തരമില്ലാതായി കഴിഞ്ഞാൽ കാട്ടിലിരിക്കാം, അതൊക്കെ പണ്ടൊരു കാലത്താണ്, അല്ലേ. കാട്ടിൽ ചെന്നും കൊന്നു പറിക്കും കൂട്ടമതിപ്പോൾ ഉണ്ടായി വന്നു. അങ്ങനെയുള്ള പണ്ടൊക്കെ നടന്നിരുന്ന ഒരു കാര്യം എന്താ, ഇപ്പം അത് ഉണ്ടായിരിക്കുന്നു. 4 പണത്തിന് മുതലുണ്ടെന്നാൽ നാട്ടിലിരിപ്പാൻ എളുതല്ലേതും നല്ല മനോഗുണമുള്ള ജനത്തെ കൊല്ലാൻ നിന്നൊരു മടിയില്ലേതും, അല്ലേ. എന്താ പറയുന്നത്, കയ്യിൽ കുറച്ച് പണവും അല്ലേ നമുക്കൊരു പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നല്ല മനസ്സുള്ള ജനങ്ങളെയൊക്കെ കൊന്നു തള്ളുന്നതിന് വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 4 പണത്തിന് മുതലുണ്ടെന്നാൽ നാട്ടിലിരിപ്പാൻ എളുതല്ലേതും നല്ല മനോഗുണമുള്ള ജനത്തെ
കൊല്ലാനിന്നൊരു മടിയില്ലേതും. ഇവിടെ പറയുന്നത് എന്താ, കയ്യിൽ 4 പണം ഉണ്ടെങ്കിൽ നാട്ടിൽ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. നല്ല മനസ്സുള്ള ജനങ്ങളെയൊക്കെ എന്താണ്, കൊല്ലാൻ പോലും ഇന്നാർക്കും മടിയില്ല. 10-50 പറ നെല്ലുണ്ടെന്നുടെ പത്തായങ്ങളിൽ അളവേകേണ്ടതെടുത്തു കൊടുത്തേൻ, വിത്തും കൂലിയും എത്താനൊരു വഴി കണ്ടതുമില്ല. അല്ലെ, പത്തായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലും ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ വിത്തും അതിൻ്റെ കൂലിയും ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നെല്ലും വിത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ധാന്യങ്ങളൊന്നും വരാൻ ഒരു വഴിയില്ലാതെ ഈ ഒരു കാലം മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാലത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വരാനില്ല. പത്തായത്തിന് ഉറപ്പും പോരാ, കാത്തുകിടപ്പാൻ ആളും പോരാ. പത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതിന് ഇന്നെന്താണ്, ഒരു ഉറപ്പുമില്ലാതായിരിക്കുന്നു. അത് കാത്ത് നിൽക്കാൻ എന്താണ്, അത് കാത്ത് സംരക്ഷിക്കാനും ആളില്ലാതായിരിക്കുന്നു. കട്ട് നടക്കും ദുഷ്ടജനത്തിനു കിട്ടിയതെല്ലാം കൊള്ളാം താനും. അല്ലേ, കട്ട് നടക്കുന്ന ദുഷ്ടന്മാരായ ജനങ്ങൾ എങ്ങനെയാണ്, അവർക്ക് കിട്ടിയതെല്ലാം ഓക്കെ കൊള്ളാം എന്നുള്ളൊരു ഭാവമാണ്. തൂമ്പ കിളച്ചും ചേമ്പുകൾ നട്ടും തുവരകൾ വഴുതിന വാഴകൾ വെച്ചും നമ്പൂരാരുടെ പുറകെ നടന്നിട്ടിമ്മിണി മുതൽ നമുക്കുണ്ടായതു പാടെ കാട്ടുമുടിച്ചെന്നാകിൽ പാള പിടിച്ചു നടക്കേയുള്ളൂ. എന്താ പറയുന്നത്, നമുക്കിതെങ്ങനെയാണ് നമുക്ക് ഈ ധാന്യങ്ങളും സമ്പത്തൊക്കെ കിട്ടിയിട്ടുള്ളത്? തൂമ്പ കിളച്ചും ചേമ്പുകൾ നട്ടും തുവരകളും വഴുതിനയും വാഴകളൊക്കെ കൃഷി ചെയ്തിട്ട് നമ്മൾ നമ്പൂതിരിമാരുടെ പിന്നാലെ നടന്ന് അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഈ പത്തായം നിറക്കുന്നതും ധാന്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. എങ്ങനെയാണെന്നാണ് പറയുന്നത്, ആ ഒരു കാലത്തെ ചിത്രത്തെ തന്നെയാണ് അവിടെ പറയുന്നത്. ജന്മിമാരുടെ പിന്നിൽ കൃഷി ചെയ്ത് നട്ടെല്ല് ഒടിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു കർഷക സമൂഹത്തെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ആ മുതൽ ആ ഒരു വരുമാനം ഇല്ലാതാവുകയാണ്. കട്ടുമുടിക്കുകയാണെങ്കിൽ എന്താണ്, അതിനുശേഷം പിന്നെ നമ്മൾ പാള പിടിച്ച് നടക്കുന്നതേ ഉള്ളൂ. അല്ലേ, നമ്മൾ ഭിക്ഷാടനത്തിന് പോയിട്ടേ കാര്യമുള്ളൂ. ഒരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ നമ്മളാവും. നെല്ലേതാനും പൊലികടമുള്ളതും എല്ലാം ഇങ്ങു വശത്തായില്ല, ഒരു മേനികളും പല മേനികളും സ്വരൂപിച്ചൊട്ടു കളത്തിലുമായി, പലിശ കൊടുപ്പാനുള്ളൊരു നെല്ലും പലതരമാക്കി അളന്നു വെച്ചു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ളനു കപ്പാൻ നല്ലൊരു തരമായി വന്നു, ഏതിനും ചില കാളകളുണ്ടതും ഏതൊരു ദുഃഖിൽ സൂക്ഷിക്കേണ്ടു. ഇവിടെ എന്താ പറയുന്നത്, പല കളങ്ങളിലായിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമ്മുടെ കയ്യിൽ എന്താ, പലിശ കൊടുക്കാനുള്ളൊരു നെല്ലൊക്കെ നമ്മൾ അളന്ന് വെച്ച് അതുപോലും എന്താ, കള്ളൻ നമ്മുടെ വീട്ടിൽ വന്ന് കട്ട് കഴിഞ്ഞാൽ നല്ല കുശാലായി. അല്ലേ, കള്ളന് കുശാലായി. നമ്മളിങ്ങനെ അളന്ന് വെച്ച് നെല്ലൊക്കെ എടുക്കാൻ അദ്ദേഹത്തിന് നല്ലതായി, കള്ളന് നല്ലതായി. പിന്നെ പറയുന്നത് എന്താ, കാളകളുണ്ട് പല ദിക്കിലുമായിട്ട് കാളകൾ. നമ്മൾ ഏത് ദിക്കിലാണ് ഇതിനെ സൂക്ഷിക്കേണ്ടത്? ഇങ്ങനെ ആൾക്കാർ വന്ന് നമ്മുടെ പത്തായം അടക്കം കൊള്ളയടിക്കുമ്പോൾ നമ്മൾ ഈ കാളകളെ, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഈ ജീവികളെ എവിടെയാണ് വെക്കേണ്ടത്? കാളകളെയും മൂരികളെയും കള്ളനു കപ്പാൻ വിരുതേറിടും, എള്ളു വിതച്ചിട്ടുള്ളതുമെല്ലാം കള്ളന്മാരുടെ വായിൽ തന്നെ. ഇവിടെ എന്താ പറയുന്നത്, കാളകളെയും മൂരികളെയും ഒക്കെ കള്ളന് മോഷ്ടിക്കാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ജിജ്ഞാസയായിരിക്കും. അല്ലേ, ഇവിടെ കൃഷ്ണനെ തന്നെ ആയിരിക്കാം ചിലപ്പം സാദൃശ്യവൽക്കരിക്കുന്നത്. കൃഷ്ണൻ ഇങ്ങനെ കാലികളെയൊക്കെ മേയിച്ച് നടക്കുന്ന യാദവ വംശത്തിൽ പിറന്ന ഒരു ആളാണല്ലോ. അപ്പോൾ കാളകളെയും മുരുകളെയൊക്കെ കട്ടുകൊണ്ടുപോകാൻ എന്താണ്, കൃഷ്ണന് വിരുതേറും എന്നുള്ളൊരു കൊട്ടായിരിക്കാം അവിടെ കൊടുക്കുന്നത്. നോക്കുക നിങ്ങൾ, ദൈവത്തെ പോലും അവിടെ നമ്പ്യാർ എങ്ങനെയാണ് പറയുന്നത്, ഒരു കള്ളനെ പോലെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കള്ളന്മാരത് കട്ടുപുജിച്ചാൽ പള്ള പൊറുപ്പാനാവതുമില്ല. അല്ലേ, എള്ളു വിതക്കുന്നതൊക്കെ എന്താ, കള്ളന്മാരുടെ വയൽ. കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കള്ളൻ്റെ വയറ്റിലും വയലുമാണ് പോകുന്നത്. ഇതൊക്കെ കള്ളന്മാരിങ്ങനെ കട്ടുഭുജിക്കുകയാണെങ്കിൽ, കട്ട് കഴിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ വിശപ്പടക്കാനാവില്ല, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊന്നും അടക്കാനാവില്ല. മംഗലഗുണനാം ഭവാനെ കൊണ്ടിങ്ങനെ ചിലർ ദുഷിച്ചിടുന്നു. അല്ലേ, മംഗലഗുണനായ അത്രയും നല്ല വിശിഷ്ട ഗുണങ്ങളടങ്ങിയ തേജസ്വാർന്ന കൃഷ്ണനെയാണ് എല്ലാവരും ഇങ്ങനെ ദുഷിച്ചിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്പ്യാർ ഈ ഒരു കാവ്യം അവസാനിപ്പിക്കുന്നു.